നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്നു, നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പണ്ടൊരു ഫോട്ടോ കണ്ടിട്ടുള്ളതാണ്. ഒരു മരത്തിൽ കയറണം. അവിടെ ഒരു ആട് നിൽക്കുന്നു, ഒരു കോഴി നിൽക്കുന്നു, ഒരു കുരങ്ങ് നിൽക്കുന്നു, ഒരു മീൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മരത്തിൽ കയറുക എന്നുള്ളതാണ്. കോഴിക്ക് മരത്തിൽ കയറാൻ പറ്റുമോ? മീനിന് മരത്തിൽ കയറാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അവരൊന്നും ഉപയോഗിച്ചത്. കാരണം പല പല സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാർ, എല്ലാവർക്കും ഒരു ഒറ്റ റൂട്ട്, എല്ലാവർക്കും ചിലപ്പോൾ ഒരേ കണക്ക് മേളിലെത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പലരും എഡ്യൂക്കേഷനിൽ വീക്കായി പോകുന്നതും സപ്ലിയും ബാക്കും കാര്യങ്ങളും തോറ്റു പോകുന്നതൊക്കെ. അപ്പോൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നാണ് ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റം നോക്കേണ്ടത്. തീർച്ചയായിട്ടും അനുസരിച്ച് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്തായാലും വേണം. വാട്ട് എവർ നമ്മൾ എങ്ങനെ ഏത് വഴിയിലേക്ക് കൂടെ പോവാണെങ്കിലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം വേണം എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരെയും പിടിച്ച് ഒന്നിലേക്ക് ഫോഴ്സ് ചെയ്യിക്കുക എന്നൊരിതിൽ ഞാൻ യോജിക്കുന്നില്ല. പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ പഠിക്കാനുള്ള ഒരു ബുദ്ധി, ശരിക്കും ആക്ച്വലി ആ ബുദ്ധി, ആ ഒരു കോൺസെൻട്രേഷൻ പവറോ അത്രയും സാധനം വേണമെന്നില്ല. കോൺസെൻട്രേഷൻ പവർ തന്നെയാണ് അത്. ഭയങ്കര എന്താ പറയാ, ഈ പറഞ്ഞ പോലെ എല്ലാ സ്കൂളിലും പഠിക്കുന്നവർക്ക് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുക, അവരെ ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. ഫ്രണ്ട് ബെഞ്ചസ് ബാക്ക് ബെഞ്ചസ് ഡിബേറ്റ് കാലാകാലങ്ങളായിട്ട് അങ്ങനെ ഇതാക്കുക, ആ പരിപാടിയുണ്ട്. അങ്ങനെ ഇപ്പൊ എന്താ പറയാ, ആ കോൺസെൻട്രേഷൻ പവർ ഇല്ലാത്തതിന് നമ്മള് ടീച്ചേഴ്സും എല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും. ഒരു വളർന്നു വരുന്ന ഒരു കുട്ടീനെ ഈ പഠിക്കാനുള്ള ഒരു ഇതില്ല പ്രഷർ കൊടുക്കുമ്പോൾ അവരത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. സോ ആ കറക്റ്റായിട്ട് അവിടെ ആൾക്കാരുടെ സ്കിൽ ഐഡന്റിഫൈ ചെയ്ത് റൂട്ട് കൊടുക്കാൻ പറഞ്ഞ എന്തെങ്കിലും സിസ്റ്റമാണ്. മച്ചാൻ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചേഞ്ച് വരുത്താൻ എന്ത് കൊണ്ടുവരും? ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും പ്രോഗ്രാം? ഞാൻ ഇപ്പൊ പറഞ്ഞ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ, ഒന്ന് ഒരു യങ് ഏജിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ. ഒന്ന് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, നമുക്ക് പൈസ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ചെലവാക്കും. രണ്ട്, എങ്ങനെ പൈസ ഉണ്ടാക്കാം. ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് വേണ്ട നീഡാണോ? ഒരു 18 വയസ്സ്, ഒരു 17 വയസ്സ് 18 വയസ്സ് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര പിള്ളേർക്ക് സ്വന്തമായിട്ട് കാശ് ഉണ്ടാക്കാൻ അറിയാം? അപ്പൊ അത് പഠിപ്പിക്കുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കില്ലേ? ടാക്സിനെ പറ്റി നമുക്കിപ്പോ അതിനെപ്പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മളത് ഒരു വലുതായി അത് എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് എങ്ങനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. ടാക്സ് ഒക്കെ നല്ലോണം നടക്കുന്നുണ്ടല്ലേ? അതെ അതെ. ഞാൻ എപ്പോഴും ടാക്സിന്റെ ഒരു ബേസിക് സെക്സ് എഡ്യൂക്കേഷൻ പിള്ളേർക്ക് കൊടുക്കാം. മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഡെഫിനറ്റ്ലി ആ പറഞ്ഞ പോയിന്റ് ഹൈലി നോക്കേണ്ട കാര്യമാണ് ഈ സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യം. നമ്മുടെ വ്ളോഗേഴ്സിന്റെ ഒരു മീറ്റിന് CM കൊണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഓരോ വ്ളോഗേഴ്സിന് 2 ക്വസ്റ്റ്യൻ വീതം ചോദിക്കായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ കരിക്കുലത്തിൽ എന്തുകൊണ്ട് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇതുവരെയും പ്രോപ്പറായിട്ടില്ല. പണ്ട്